ജന്മാദ്യസ്യേതൊന്നയാതിതരതച്ചാർത്തേഷ വിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഖ്യന്തേയത് സൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്രത്തിസർഗോ മുഷാധാംന സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളുടെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കുന്ന നാദശ്രീ ചാനലിലെ മറ്റൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സഹകരിച്ചവർക്കെല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ തൃതീയ സ്കന്ധം 16-ാമത്തെ അധ്യായം നമ്മൾ തുടങ്ങി. 6 ശ്ലോകമാണ് പറഞ്ഞു വെച്ചത്. 15-ാമത്തെ അധ്യായത്തിൽ അവസാനം സനകാദികൾ ഭഗവാനെ സ്തുതിച്ചു. ദേവന്മാരെ കണ്ടാൽ എപ്പോഴും നമസ്കരിക്കുക, സ്തുതിക്കുക, ആ ക്രമമാണ്. അത് ആദ്യം നമസ്കരിക്കണം, എന്നിട്ട് എഴുന്നേറ്റ് കുറച്ചെങ്കിലും സ്തുതിക്കണം. രാജാക്കന്മാരുടെ മുമ്പിലും ഉണ്ട് ആ ഒരു സമ്പ്രദായം. പണ്ട് രാജാക്കന്മാരെ എങ്ങനെ പ്രകീർത്തിക്കുക. അപ്പോൾ ഭഗവാൻ അതിന് മറുപടി പറയലാണ് 16-ാമത്തെ അധ്യായത്തിൽ തുടക്കം. പറഞ്ഞിവിടെ എന്നാമാനിച്ച ഗൃണ്ണാതി ലോകോ ഭൃത്യേ കൃതാഗസി. ഒരു സ്വാമിയുടെ കീർത്തിക്ക് ഭംഗം വരുത്തുന്ന വിധത്തിൽ ഇവിടെ ഭൃത്യൻ പെരുമാറിയിരിക്കുന്നു. അപ്പോൾ എൻ്റെ പേര് ആണ് ആ തെറ്റിൻ്റെ മുമ്പിൽ പറയപ്പെടുക. ആദ്യം പറയുക എന്താ, ആരാ തെറ്റ് ചെയ്തതെന്ന്. അതേ ആ വിഷ്ണുവിൻ്റെ ഭൃത്യന്മാരില്ലേ, ഇവർ ജയവിജയന്മാർ, അങ്ങനെ പറയുക അല്ലേ. ജയവിജയന്മാർ എന്ന് മാത്രമല്ല അവർ ആദ്യം പറയുക സ്വാമിയുടെ പേരാ. അപ്പോൾ അതുകൊണ്ട് എന്നാമാനി, എൻ്റെ പേരായിരിക്കും ഈ തെറ്റിൽ എവിടെയും പറയപ്പെടുക. ഒരു ഗവൺമെൻറ് ശരിയല്ലാതെ ചെയ്ത ആദ്യം നമ്മൾ എന്താ പറയുക, ആ ഗവൺമെൻറ് ആരാണ് മുഖ്യമന്ത്രി, അയാളുടെ പേരാ പറയുക. ഇന്നാളുടെ മുഖ്യമന്ത്രി, ഇന്നാരുടെ സർക്കാർ എന്നും കൂടി പറയില്ലേ. അപ്പോൾ പ്രധാനപ്പെട്ട ആളുടെ പേരാണ് മുമ്പിൽ വരിക. അതുകൊണ്ട് എന്നാമാനിച്ച ഗൃണ്ണാതി, എൻ്റെ കൈയാണെങ്കിലും വേണ്ടില്ല, എനിക്ക് കീർത്തിക്ക് ഭംഗം വന്നാൽ അതിനെ ഞാൻ ഛേദിക്കും. ഒരു സംശയവും ഇക്കാര്യത്തിൽ സ്വജനങ്ങളെ എന്ന് പറഞ്ഞ് രക്ഷിക്കണ ഏർപ്പാടില്ല ഇന്നത്തെ രാഷ്ട്രീയത്തിലത്തെ പോലെ. ചിന്തിയാം സ്വബാഹുമപി വപ്രതികൂലശീല. എനിക്കെതിരെ പ്രവർത്തിച്ചാൽ എൻ്റെ കൈയാണെങ്കിലും ഛേദിക്കും. കൈ ഛേദിക്കുമോ? സ്വാഭാവികമാണോ? എന്ന് വെച്ചാൽ എന്താ സ്വാഭാവികം അല്ലാണ്ട്? പ്രമേഹം വല്ലാണ്ട് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ കാല് മുറിക്കണു. വളരെ ശരിയാണ് ഭഗവാൻ പറഞ്ഞത്. എന്തിനാ കാല് മുറിക്കണം? അത് മേലേക്ക് ബാധിക്കാതിരിക്കാൻ അല്ലേ. കാല് മുറിച്ചോളൂ ഡോക്ടറെ, എന്നാലും വേണ്ടില്ല. കയ്യാ മുറിക്കേണ്ട വെച്ചാൽ മുറിച്ചോളൂ, ബാക്കി രക്ഷപ്പെടൂലോ, നമ്മൾ പറയാറില്ലേ. അതിൽ അത്ഭുതമൊന്നുമില്ല. ചിന്തിയാം സ്വബാഹുമപി, അതിശയോക്തിയായിട്ട് തോന്നണ്ട, അതിശയോക്തിയില്ല. ഏത് ഭാഗമാണ് തകരാറെങ്കിൽ ആ ഭാഗം മാറ്റുന്നു നമ്മൾ, സ്വയമല്ലെങ്കിലും ഡോക്ടറെ കൊണ്ട് ഇല്ലേ. അപ്പോൾ നമ്മുടെ കീർത്തി, നമ്മുടെ സുഖം, അതിന് ഭംഗം വരുന്നത് സ്വന്തം ശരീരത്തിലത്തെ അവയവമാണെങ്കിൽ പോലും നമ്മൾ വെട്ടിയാട് മാറ്റും. എന്നെ ചോദ്യമൊന്നുമില്ല. പറയണം, യത് സേവയാ ചരണപത്മപവിത്രരേണും സദ്യക്ഷിതാഖിലമലം പ്രതിലബ്ധശീലം ന ശ്രീർവിരക്തമഭിമാം വിജഹാതി യസ്യാം പ്രേക്ഷാളവാർത്തമിതരേ നിയമാൻ വഹന്തി. യത് സേവയാ, യാതൊരുവൻ്റെ സേവ കൊണ്ട്, ചരണപത്മപവിത്രരേണും, പാദപത്മത്തിൽ നിന്ന് ലഭിച്ച പരിശുദ്ധ ധൂളിയോടുകൂടിയവനും, ചരണപത്മപവിത്രരേണും. സദ്യ, സംസ്കൃതത്തിലെ സദ്യ മലയാളത്തിലെ സദ്യയല്ല കേട്ടോ. സദ്യ ഉണ്ട്, ആ സദ്യയിലെ ഉടനെ, വേഗം എന്നർത്ഥമാണ്. സദ്യ വേഗം, സത്യസിദ്ധികരി, വേഗം കിട്ടുന്നത്. സദ്യ ഉടനെ, വേഗം. ക്ഷതാഖിലമലം, എല്ലാ ദോഷങ്ങളും നശിക്കണു. അപ്പം നശിച്ചതായ ദോഷങ്ങളാൽ പ്രതിലബ്ധശീലം, ലഭിച്ചിരിക്കുന്ന സുഖസ്വഭാവത്തോടു കൂടിയവനും ആയ, മാം, എന്നെ, വിരക്തനാണെങ്കിലും ശ്രീ ലക്ഷ്മി ന വിജഹാതി, ഉപേക്ഷിക്കുന്നില്ല. പറയണം, വിരക്തി ഉള്ള ഒരാൾക്ക്
ദാരിദ്ര്യം ഉണ്ടാവും, അല്ലെങ്കിൽ ലക്ഷ്മി കൂടെ ഉണ്ടാവില്ല, അവൻ വീണ്ടും വീണ്ടും ദരിദ്രനാവുന്നു. ചിലർ പറയുന്നത് കേൾക്കാറുണ്ട്, പൈസ വേണം എന്ന് വിചാരിച്ച് ഭജിച്ചാൽ തന്നെ പൈസ കിട്ടുള്ളൂ, ഒക്കെ വേണ്ടാന്ന് വിരക്തിയിൽ വിചാരിച്ചാൽ വീണ്ടും വീണ്ടും അവൻ വെറുതെ പറയാത്. ഓരോരോ ദേവതകൾ എന്ത് ഇതിനർത്ഥമുള്ളത്? അങ്ങനെയൊന്നുമില്ല. ദേവതകളുടെ വ്യത്യാസം തന്നെ തെറ്റാണ്. അവസാന തലത്തിൽ ലക്ഷ്മി എന്ന് പറഞ്ഞിട്ടോ ദേവി എന്ന് പറഞ്ഞിട്ടോ ദേവൻ എന്ന് പറഞ്ഞിട്ടോ ഒന്നുണ്ടോ? നമ്മളങ്ങനെ കാണില്ലേ ചെയ്യണത്. പ്രപഞ്ചം മുഴുവനും വ്യാപിച്ചതായ ഒരു ശക്തിയേ ഉള്ളൂ. അത് ന സ്ത്രീ ന ഷണ്ടോ ന പുമാൻ ന ജന്തു. ദേവിയല്ല, ദേവനും അല്ല, ശിവനുമല്ല, വിഷ്ണുവും അല്ല. ഉപനിഷത്തുക്കൾ നിഷേധിക്കുന്നു നേതി 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 പ്രക്രിയ. അവസാനം ഒന്നുമല്ലാത്തതായിട്ടുള്ള ആ ശക്തി നാ എല്ലാതും ആണേനെയും ആണ് താനും. അതാണ് ഭഗവാൻ. അപ്പോൾ ഏതെങ്കിലും ഒരു ശക്തി ഏതെങ്കിലും ഒരു ഭാവത്തിൽ നമ്മൾ കണ്ടാൽ മതി. അതാണ് ഏറ്റവും നല്ലത്. ഹിന്ദുക്കൾക്കൊരു തെറ്റ് വരുന്നത് എന്താ വെച്ചാൽ ഈ ബഹുദൈവ വിശ്വാസം അത് വെച്ചത് ചില നല്ല ഉദ്ദേശത്തിലാണ്. നാനാത്വത്തിൽ ഏകത്വവും ഏകത്വത്തിൽ നാനാത്വവും കാണാനാണ്. പക്ഷേ അതൊരു ഘട്ടത്തിലൊക്കെ ഒന്നായിട്ട് കാണാനുള്ള കഴിവ് പലർക്കും ഉണ്ടാവണില്ല. അയ്യോ ഇന്ന് വെള്ളിയാഴ്ചയാണ് ഞാൻ കാവ് പോയില്ല, അയ്യോ ഇന്ന് വ്യാഴാഴ്ചയാണ് എനിക്ക് ഗുരുവായൂർ പോകണം, അയ്യോ തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ പോയില്ല. എവിടെ തിങ്കൾ, എവിടെ വെള്ളി, എവിടെ വ്യാഴം, എവിടെ ദേവി, എവിടെ ശിവൻ? ഇതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ സങ്കല്പം. പോട്ടെ, അതൊരു വലിയ വിഷയമാണ്. ഇപ്പം അവിടെ അതൊന്നുമല്ല പറഞ്ഞത്. യത് സേവയാ ചരണപത്മ പവിത്ര രേണു. ഒരൊറ്റ ദേവനെ വിചാരിച്ചാൽ ബാക്കിയുള്ളതൊക്കെ അതുകൊണ്ട് വന്നോളും. പിന്നെ എന്തിനാ പലത് വെച്ചത്? അഭിരുചിക്കനുസരിച്ചിട്ട് അത്രയേ ഉള്ളൂ. അത് അഭിരുചിയാണ്. ഇപ്പം രജസ്ഥ തമസ്ഥ എന്നീ വ്യത്യാസത്തിനനുസരിച്ച് എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റ് അല്ല ലോകത്തിൽ. അപ്പം ഏതാച്ചാൽ എടുത്തോട്ടെ, ഒരു മാർഗത്തിൽ കൂടെ പോകും. അപ്പോഴും ഒന്നേ വേണ്ടൂ എന്നാണ് ശരിക്ക്. ദേവി വെച്ച ദേവി, സർവം സകലം, ഞാൻ താൻ ഇതെല്ലാം. ശിവനാച്ച സർവം ശിവം, വിഷ്ണുവാച്ച സർവം വിഷ്ണു. ഒന്നുമല്ല, പരബ്രഹ്മമാണ് ആയിക്കോട്ടെ. പക്ഷെ എന്തിനീ ബഹുത്വത്തിലേക്ക് വല്ലാതെ അങ്ങനെ വീണ്ടും വീണ്ടും കയറാതെ വീണത്? അപ്പം നമ്മളെങ്ങനെ വെച്ചാൽ ഒരു ജീവിയുടെ കണക്ക് പറയും. ഒരു മീറ്റർ കയറിയിട്ട് 3/4 കിലോമീറ്റർ ഇറങ്ങും. അപ്പോൾ ആ ജീവി അറ്റത്തെത്താൻ എത്ര കാലം എടുക്കും? അല്ലെ കുട്ടിക്കാലത്തൊരു ചോദ്യമാണ്. 1 മീറ്റർ കയറിയാൽ 3/4 മീറ്റർ ഇറങ്ങും. പിന്നെ അടുത്ത ദിവസം 1 മീറ്റർ കയറി വീണ്ടും 3/4 മീറ്റർ ഇറങ്ങിയിട്ട്, അപ്പോൾ ഓരോ കാല കൂടണതേ. അപ്പോൾ ഈ ജീവി എത്ര ദിവസം കൊണ്ട് മുകളിലെത്തുന്നത് എന്ന പോലെ നമ്മൾ പലപ്പോഴും ഭാഗവതം കേൾക്കും, ഗീത കേൾക്കും. എന്നിട്ട് അവസാനം എൻ്റെ ദേവി, എൻ്റെ ശിവൻ, എൻ്റെ അയ്യപ്പൻ, സ്വാമിയേ അയ്യപ്പോൾ മണ്ഡലക്കാലമായ ഓടി അവിടേക്ക്. അപ്പോൾ എന്തായി കയറിയത് മുഴുവൻ ഇറങ്ങുകയാണ് അങ്ങനെ ആവുമ്പോൾ. അപ്പോൾ ആ ബഹുത്വം മനസ്സിൽ നിന്ന് പോകണം. തീർച്ചയായിട്ടും ഒരു ഘട്ടത്തിൽ നമുക്കത് പോകണം. ഇതൊക്കെ ഒരു ആദ്യ ഘട്ടത്തിൽ വലിയ തെറ്റൊന്നുമല്ല. നല്ല ധർമ്മങ്ങൾ അനുഷ്ഠിക്കണമെന്നേ ഉള്ളൂ, അതിലൊരു ദോഷമൊന്നുമില്ല. പക്ഷെ അവിടെ തന്നെ നമ്മൾ നിൽക്കരുത്. അവിടെ നമുക്ക് തെറ്റ് പറ്റണത് മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു തത്വത്തെ ഇവിടെ പറയുകയാണ്. എന്നെ സേവിച്ച് വിരക്തനായിട്ടുള്ള ഒരാൾ ദരിദ്രനാവും എന്ന് വിചാരിക്കുന്നത് വെറുതെയാണ്. ആ ശ്രീ വിരക്തമപി, എല്ലാ സമ്പത്തിലും ലോകകാര്യത്തിലും വിരക്തനാണെങ്കിലും ലക്ഷ്മി അവൻ്റെ കൂടെ ഉണ്ടാവും. കണ്ടോ? മാം വിജഹാതിയസ്യ പ്രേക്ഷാളവാർത്ഥം ഇതരേ നിയമാൻ വഹന്തി. എന്നോട് ചില ആൾക്കാർ പറയലുണ്ട്, ഗുരുവായൂരപ്പനെ വരിച്ചാൽ അവൻ്റെ കാര്യം തീരുമാനമായി, അഷ്ടദരിദ്രമാവുന്നു ഗുരുവായൂരപ്പനെ വഹിച്ചിട്ടേ. ശ്രീകൃഷ്ണ എന്ന് പേര് ഒന്നിനും ഇടണ്ടാട്ടോ, വിഷ്ണു എന്ന് പേര് ഒന്നിനും ഇടണ്ടാട്ടോ, അവൻ്റെ ആ കാര്യം തീരുമാനമാവും. എന്താ 10 പൈസയ്ക്ക് അത് നേരെയാവില്ല. അത് വെറുതെ വിചാരിക്കണത് തെറ്റായിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. എന്നുവെച്ചാൽ അവരുടെ അനുഭവം എന്തോ അങ്ങനെ കഷ്ടകാലത്തിനായി ഉണ്ടാവും. വിഷ്ണു ഭക്തന്മാരൊക്കെ നശിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥമുള്ളത്? അവൻ്റെ കൂടെ ലക്ഷ്മി തന്നെ വന്നോളും. ലക്ഷ്മിയെ വേറെ ഭജിക്കേണ്ട ഒന്നുമില്ല, അവിടെ എത്തും എന്നാണ് ഇവിടെ പറഞ്ഞത്. അത് നാരായണീയത്തിൽ പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ലക്ഷ്മി സ്ഥാവക രാമണീയക ഹൃദയ, എവിടെ ഭഗവാന്റെ കഥ ഭക്തി ശ്രദ്ധയോട് കൂടിയിട്ട് പറയുന്നുവോ അവിടെ ലക്ഷ്മി ഉണ്ടാവും. ഇത്രേ
ലക്ഷ്മി ഉണ്ടായ ബാക്കിയൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ യത് സേവയാ ചരണപത്മപവിത്രരേണും സദ്യക്ഷതാഖിലമലം പ്രതിലബ്ധശീലം. സദ്യപ്രസാഖിലമലം എന്ന് പറഞ്ഞാലോ മനസ്സിൻ്റെ ദോഷങ്ങളില്ലാണ്ടാവുക. നമ്മുടെ മനസ്സിലൊക്കെ പല ദോഷങ്ങളുണ്ട്. പ്രധാനമായിട്ട് കാമം, ക്രോധം, ആഗ്രഹം, ഇതൊക്കെ ഇല്ലാത്തവന് ആരാ ഉള്ളത്? മനുഷ്യനായ അതൊക്കെ ഉണ്ടാവും അല്ലേ. പക്ഷെ ഇതിനെയൊക്കെ ഒരു പരിധി വരെ മാറ്റാൻ ഭക്തി കൊണ്ട് സാധിക്കും എന്നാണ്. കുറയ്ക്കെങ്കിലും ചെയ്യാലോ. 10 ഉള്ളത് 8 അത്രയും നന്നായി. മുഴുവനപ്പം നമ്മൾ പെട്ടെന്ന് അവിടേക്ക് എത്തുന്നല്ല. പക്ഷേ സദ്യക്ഷിതാഖിലമലം, എൻ്റെ നാമം ജപിക്കുന്നവർക്കും ഈശ്വരമാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്കും വളരെ വേഗം മനസ്സിലെ ദോഷങ്ങൾ ഇല്ലാണ്ടാവും. അങ്ങനത്തെ അവൻ വിരക്തനായിക്കോട്ടെ, ചോദിച്ചു വാങ്ങണ്ട, ലക്ഷ്മി അവൻ്റെ കൂടെ ഉണ്ടാവും. ശ്രീ ന ശ്രീർ വിരക്തമഭിമാം. എന്ന് പറഞ്ഞാൽ ഇല്ല, ശ്രീ പോകുന്നില്ല എന്നാണ്. വിജഹാദി, വിട്ടുപോകുന്നില്ല. ന വിജഹാദി, ശ്രീ അവനെ, ലക്ഷ്മി അവനെ വിട്ടു പോവുകയില്ല. അതുകൊണ്ട് ഐശ്വര്യം ഉണ്ടാവണമെങ്കിലും എൻ്റെ കഥ പറഞ്ഞാൽ മതി. പ്രേക്ഷാളവാഞ്ചിതമിതരെ നിയമാൻ മഹന്തി നാഹം തഥാത്മി യജമാന കവിർ വിധാനേ ചോദൃതപ്ലുതമദൻ ഉദമുഖേന യത് ബ്രാഹ്മണസ്യ മുഖതച്ചരതോനുഖാസം തുട്ടശ്രമയപഹിതേർ നിജകർമ്മപാകൈ. ഭഗവാന്റെ മഹാത്മ്യം കുറച്ച് ഭഗവാൻ തന്നെ പറയുകയാണ്. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. ഗീതയിൽ ഇപ്പോൾ ഭഗവാൻ തന്നെയല്ലേ ഭഗവാന്റെ മഹാത്മ്യം പറയണം, വേറെ ആരുമല്ലല്ലോ. അഹം 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 എന്നിട്ട് ഭഗവാനെ കുറിച്ച് ഭഗവാൻ തന്നെയാണ് പറയണത്. അഹം വൈശ്വാനരോ ഭൂത്വ, അതിനാണ് ദഹിപ്പിക്കുന്നത് എല്ലാവരുടെ ശരീരത്തിലും. അർജുന, യോഗക്ഷേമം മഹാമ്യഹം, അവരുടെ ക്ഷേമം ഞാൻ ഏറ്റെടുത്തിരിക്കണു എന്നോ ഏറ്റെടുത്തിരിക്കണു. ഇനി അതിന് അപ്ലിക്കേഷനോ സാങ്ഷനോ ഒന്നും ആവശ്യമില്ല. എൻ്റെ നാമം ജപിക്കുന്നവർ എന്നേക്കായിട്ട് ഞാൻ ഏറ്റെടുക്കൽ കഴിഞ്ഞിരിക്കണു. അവൻ്റെ ബാധ്യത എനിക്കാണ്. അതൊക്കെ അഹം 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 എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ചിലപ്പോൾ അത് ആത്മപ്രശംസയില്ല, മറ്റുള്ളവർക്ക് വേണ്ടി ഭഗവാൻ പറയും, അത് തെറ്റൊന്നുമില്ല. നാഹം തദാത്മി യജമാനകവർ വിധാനേ, ഭഗവാന്റെ കാര്യത്തിൽ അത് തെറ്റല്ല. ചോതൃതപ്ലുതമദൻഹുതമുഖേന യത് ബ്രാഹ്മണസ്യ മുഖതച്ചരതോനുഘാസം തുട്ടഷ്ടമൈ നിജകർമ്മപാകൈ. മയി, ഭഗവാൻ തന്നെ പറഞ്ഞു, എന്നിൽ അവഹിതൈ സമർപ്പിക്കപ്പെട്ട നിജകർമ്മപാകം, സ്വകർമ്മങ്ങളാൽ ഏത് കർമ്മവും ഈശ്വരനിൽ സമർപ്പിക്കുക എന്നാണ്. ഭഗവാൻ ചോദിച്ചിട്ട് ഞാൻ ചെയ്തു, ഈശ്വരഗത്യ ഞാൻ ചെയ്തു, എൻ്റെ ഇഷ്ടത്തിനായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. ഈ ഒരു ഭാവം ഭക്തനുണ്ടാവണത് നല്ലതാണ്. ഈശ്വരാദ ഞാൻ ചെയ്യണു അങ്ങയുടെ പ്രേരണ കൊണ്ടും, അങ്ങ് ഉണ്ടാക്കിയ സന്ദർഭം ആരുണ്ടാക്കി അങ്ങാണ്. നല്ലതായാലും ചീത്തയായാലും ഭഗവാനെ എൻ്റെ കൂടെ ഉണ്ടാവണേ, എൻ്റെ കൂടെ ഉണ്ടാവണേ, അത്രേ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളൂ. അപ്പം ഭഗവാന് സമർപ്പിക്കപ്പെട്ട കർമ്മത്തോടു കൂടിയവൻ തുഷ്ടസ്യ സന്തോഷിച്ചിരിക്കുന്നവനും അനുഘാസം കാസം തോറും ആസ്വദിക്കുന്നവനുമായ ബ്രാഹ്മണസ്യ മുഖത, ബ്രാഹ്മണൻ്റെ മുഖം മാർഗമായിട്ട് യഥാ അഹം അഗ്മി, എപ്രകാരം ഞാൻ ഭക്ഷിക്കുന്നുവോ, വിധാനേ യജ്ഞത്തിൽ, പ്ലുതം ഒഴുകുന്ന നെയ്യിൽ അമർന്നിരിക്കുന്ന യജമാനഹവി, യജമാനൻ യജ്ഞം നടത്തുന്ന ആൾ, ഉടമസ്ഥൻ, യജമാന ഹവിസ്, യജ്ഞത്തിൽ സമർപ്പിക്കുന്ന നെയ്യ്, നിവേദ്യം. ഹുദബ് മുഖേന, അഗ്നിയാകുന്ന മുഖത്തിൽ കൂടെ അനുഭവിക്കുന്ന ഞാൻ അപ്രകാരം ആസ്വദിക്കുന്നില്ല. അതായത് നമുക്കൊക്കെ ഓരോ മുഖമുള്ളൂ, ഭഗവാന് 2 മുഖമുണ്ട് എന്നാണ് പറയണത്. നമുക്ക് ചിലപ്പോൾ കുറേ മുഖം ഉണ്ടാവില്ലേ, ആ മുഖമല്ല കേട്ടോ ഇവിടെ, പല മുഖമുള്ളവരല്ല. അതായത് അഗ്നി ഭഗവാന്റെ മുഖമാണ് എന്നാണ് പറയുക. വായ എന്നാണ് മുഖം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. കണ്ണും മൂക്കും ചെവിയും എല്ലാം കൂടിയ മുഖമല്ല കേട്ടോ. ചിലപ്പോൾ സംസ്കൃതത്തിൽ മുഖം എന്ന് പറഞ്ഞാൽ വായയുടെ പര്യായമായിട്ട് പറയും. ഒന്ന് ഭഗവാന്റെ മുഖം എന്ന് പറഞ്ഞാൽ അഗ്നിയിൽ കൊടുത്താൽ അത് ഭഗവാനിലെത്തും. ഇത് ഭാഗവതവും മറ്റ് ശാസ്ത്രങ്ങളും പറയണതാണ്.
എത്രയോ ആൾക്കാർ ഇപ്പോൾ ഈ ഭക്ഷണ സാധനങ്ങൾ അഗ്നിയിൽ ഹോമിക്കരുത്, ഗണപതി ഹോമമൊക്കെ തെറ്റാണ്. വലിയൊരു ആചാര്യൻ നാളികേര കഷ്ണമൊക്കെ പൂണ്ടിട്ട് ഹോമിക്കാതെ എടുത്തു കൊടുത്തു. എന്താ അങ്ങനെ കൊടുക്കണേ ചോദിച്ചു. ഇത് ഈ ഭക്ഷണ സാധനങ്ങൾ അഗ്നിയിലിട്ട് നശിപ്പിക്കാനുള്ളതല്ല. പിന്നെ അയാളെ വിളിച്ചതുമില്ല അവർ, കാരണം ഇങ്ങനത്തെ ആൾക്കാരുണ്ടായാൽ. അപ്പം അതിവിടെ ശാസ്ത്രമായിട്ട് യോജിക്കണില്ല. നമ്മൾ എത്രയോ കാലമായിട്ട് നടത്തണതാണ് ഈ ഹോമങ്ങൾ ഒക്കെ. തനി വിഡിത്താച്ച ആരെങ്കിലും നടത്തുമോ? ഗണപതി ഹോമം എത്ര ഹോമങ്ങളുണ്ട് അറിയോ? അനവധി ഹോമമുണ്ട്. കറുകഹോമം, കറുകഹോമത്തിനൊക്കെ വളരെ ഫലമുണ്ട് എന്നാണ് പറയുക. കറുകമാല. അപ്പം അത് അഗ്നിയിലിട്ടാൽ എവിടെ എത്തും? എന്നിലെത്തുന്ന ഭഗവാൻ എന്താ നേരിട്ട് പറയണതായിട്ട് ഭാഗവതം പറയണു. ഗീതയിലും പറയുന്നുണ്ട് അഗ്നിയിൽ യജിച്ചാൽ അത് എന്നിലെത്തും. ശാസ്ത്രവും തത്വമുണ്ട്. അങ്ങനെ അഗ്നി അവിടെ വ്യാപിച്ചാൽ ശാസ്ത്രീയമായിട്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇതൊന്നും അറിയാണ്ട് അഗ്നിയിൽ ഹോമിക്കുന്നത് തെറ്റാണെന്ന് മാത്രം പഠിച്ചാൽ അവരുടെ ശിഷ്യന്മാരുടെ കഥ, അവരുടെ കഥ എന്താവും? അപ്പം അങ്ങനെയൊന്നും നമ്മൾ പറയാൻ പാടില്ല. എത്രയോ കാലമായി നടന്നു വരുന്ന ഈശ്വര ചില കാര്യങ്ങൾ, അതിന് ചില കാര്യങ്ങൾ എനിക്ക് ആസ്വദിപ്പാൻ രണ്ട് മുഖമുണ്ടെന്ന് ഭഗവാൻ പറഞ്ഞു. ഒന്ന് അഗ്നി, ഒന്ന് ബ്രാഹ്മണൻ. അതിൽ ബ്രാഹ്മണന് കൊടുക്കുന്നതായിട്ടുള്ള പോലെയുള്ള ഗുണം എനിക്ക് അഗ്നിയിൽ ഇട്ടാലും ഇല്ല എന്നാണ് പറയണം ഭഗവാൻ. എനിക്ക് തന്നാലോ ഈ ഹോമിക്കണതൊന്നുമല്ല എനിക്ക്. അവിടെ ഭഗവാൻ ദാനത്തിൻ്റെയും ബ്രാഹ്മണ ദാനം, അവർക്ക് കൊടുക്കുന്ന അന്നദാനം, അവരെ ഊട്ടൽ. ആരാ ബ്രാഹ്മണൻ? സമുദായിക ബ്രാഹ്മണനല്ല. സമത്വ ബുദ്ധിയുള്ളതും മേഷണിയില്ലാത്തതും സ്വാർത്ഥതയില്ലാത്തതും സദാ ബ്രഹ്മത്തിൽ സഞ്ചരിക്കുന്നവനും ആണ് ബ്രാഹ്മണൻ. ഏത് സമുദായത്തിൽ ജനിച്ചോട്ടെ. പറയിൽപ്പെട്ട ബന്ധുകുലത്തിൻ്റെ കഥ കേട്ടിട്ടുണ്ടല്ലോ നമ്മളൊക്കെ. അപ്പോൾ ആ ബ്രാഹ്മണൻ്റെ മുഖത്ത് എനിക്ക് കൊടുക്കുന്നത് വളരെയധികം ഇഷ്ടമാണ്. അഗ്നിയിൽ ഹോമിക്കുന്നത് കൊണ്ട് പോലും ഞാൻ അത്ര സന്തോഷിക്കുന്നില്ല. കൂടുതൽ സന്തോഷിക്കുന്നത് ബ്രാഹ്മണന് കൊടുക്കുന്നതിലാണ്. നാഹം തദാത്മി യജമാന അവിർപിതാനേ. യജമാനൻ അഗ്നിയിൽ സമർപ്പിക്കുന്നതായിട്ടുള്ള ഹവിസ് അല്ലെങ്കിൽ നിവേദ്യത്തിൽ ഞാൻ സന്തോഷിക്കുന്നില്ല. നാഹം സന്തോഷിക്കുന്നില്ല. ഏതിനെ പോലെ? ചോതത്കൃതമതൻഹുതമുഖേന. ഹുതമുഖേന ആദ്യത്തെ പേരുടെ തുടർച്ചയാണ്. യജ്ഞത്തിൽ ഹവിസ്സായിട്ട് സമർപ്പിക്കുന്ന ആ അഗ്നിയിലുള്ള ഹവിസ് നേദ്യം കൊണ്ടോ അല്ല ഞാൻ സന്തോഷിക്കുന്നത്. പിന്നെയോ യത് ബ്രാഹ്മണസ്യ മുഖതച്ചരതോനുഘാസം. ബ്രാഹ്മണന് കൊടുക്കുന്നതിലാണ് എനിക്ക് കൂടുതൽ സന്തോഷം. അവിടെ ഒരു തത്വമുണ്ട്. എന്തായാലും മനുഷ്യനാദ്യം മനുഷ്യനെ സ്നേഹിക്കാൻ പഠിക്കുക. സഹജീവികളെയോ കുടുംബത്തിലോ സമൂഹത്തിലോ സ്നേഹം കൊടുക്കാൻ കഴിയാത്തവൻ അമ്പലത്തിൽ പോയിട്ട് ഒരു കാര്യമില്ല. ഭഗവാൻ തന്നെയാണ് ഇവിടെ പറയണത്. അപ്പോൾ ആദ്യം തൻ്റെ സ്നേഹം എവിടെ കൊടുക്കണം? മനുഷ്യന് കൊടുക്കണം. അതാണ് നരനാരായണ അവതാരത്തിൽ പറയണത്. മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കണം. നാരായണം നമസ്കൃത്യ നരം ശൈവ നരോത്തമം. മനുഷ്യനെ നമസ്കരിക്കണോ ആദ്യം. അതിന് പഠിക്കേ. എന്നിട്ട് മതി എൻ്റെ അടുത്തേക്ക് വരിക. അച്ഛനെ നമസ്കരിക്കുക, അമ്മയെ നമസ്കരിക്കുക, ഗുരുനാഥന്മാരെ നമസ്കരിക്കുക, മേപ്പെട്ടുള്ളവരെ നമസ്കരിക്കുക. ഇത് വളർന്ന് വളർന്ന് പ്രപഞ്ചം മുഴുവൻ ഈശ്വരനാണെന്ന് കണ്ട് നമസ്കരിക്കുക. നമ്മുടെ സംസ്കാരം അതാണ് ഇല്ലേ? നമ്മൾ തുളസിയെ വന്ദിക്കുന്നുണ്ട്, അരയാലിനെ വന്ദിക്കുന്നുണ്ട്, പക്ഷിയായിട്ടുള്ള ഗരുഡനെ വന്ദിക്കുന്നുണ്ട്. നോക്കൂ. കുങ്കുമാങ്കിത ഗാത്രായ കുന്ദേന്ദു ധവളായശ വിഷ്ണുവാഹ നമസ്തുഭ്യം. പക്ഷിയിലിരിക്കണ ഈശ്വരനാണ് നമസ്കാരം, പക്ഷിക്കല്ല. തുളസിയിലിരിക്കണ ഈശ്വരനാണ് നമസ്കാരം, തുളസിക്കല്ല. അരയാലിൻ്റെ ഉള്ളിൽ ത്രിമൂർത്തി സ്വരൂപമാണ്. ആലൊന്നും നശിപ്പിക്കരുത്. സത്യത്തിൽ ത്രിമൂർത്തി സങ്കല്പം. അപ്പോൾ ആലിനെ നമസ്കരിച്ചാൽ അതിലുള്ള ഈശ്വരനെയാണ് നമ്മൾ നമസ്കരിക്കണം. അപ്പോൾ പ്രപഞ്ചം മുഴുവനും വ്യാപിച്ച ഈശ്വരൻ എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. അതുകൊണ്ട് ഏതൊരാളെ അപമാനിക്കുമ്പോഴും ഏതൊരാളെ ചീത്ത പറയുമ്പോഴും ഏതൊരാളെ ദുഃഖിപ്പിക്കുമ്പോഴും ഒന്നാലോചിക്കുക, ഈശ്വരനെയാണ് നമ്മൾ ദുഃഖിപ്പിക്കുന്നത്. ഇത് ഓർമ്മയില്ലാത്ത ഭക്തൻ ഭക്തി ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മൾ കഠിന വാക്ക് ആരോടും നിവൃത്തിയില്ലെടുത്തോളം പറയാതിരിക്കുക. യത് ബ്രാഹ്മണസ്യ മുഖത. ഇവിടെ ബ്രാഹ്മണൻ എന്നുള്ളതിന് അങ്ങനെയൊക്കെ അർത്ഥമെടുക്കാം. ഒരു മനുഷ്യനെ സന്തോഷിപ്പിക്കുന്നത് ആണ് യഥാർത്ഥ ആരാധന. വിശക്കണവർക്ക് ആഹാരം കൊടുക്കല്ലേ അമ്പലത്തിൽ നേദ്യം വയ്ക്കണേക്കാളും വേണ്ടത്? എന്താ സംശയം?
നമ്മൾ നേദ്യം കൊണ്ടുപോകണ ഒരാൾ ഭക്ഷണം വിശക്കണു എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് കൊടുക്കണം. അതവിടെ എത്തിക്കോളും, ഭഗവാനിൽ എത്തിക്കോളും. ബ്രാഹ്മണസ്യ മുഖത ചരതോനുഘാസം തുട്ടശ്രമയ്യവിത് നിജകർമ്മപാകൈ യേഷാം ബിഭർമകമഖണ്ഡപിഖുണ്ഡയോഗ മായാഭിഭൂതിരമലാംഘ്രിരജക്കിരീടൈ വിപ്രാം തുകേ ന വിഷകേത യദർഹണാംബസദ്യ പുനാതിസക ചന്ദ്രലലാമലോകാൻ. യദർഹണാംബ, അർഹണം എന്ന് പറഞ്ഞാൽ പൂജ, സമർപ്പണം ഒക്കെയാണ് അർത്ഥം. യാതൊരുവന് സമർപ്പിച്ചതായ പാദോദകം, നമ്മൾ ഈ പാദത്തിൽ തീർത്ഥം വെള്ളം ഇങ്ങനെ സമർപ്പിക്കണം. ഇപ്പം ഇതിവിടെ പൂജയിലല്ലേ, പഞ്ചഭൂതങ്ങളാണല്ലോ, ഭൂമി, വെള്ളം, വായു, ആകാശം, അഗ്നിയുടെ പ്രതീകമായിട്ട് പുഷ്പം, ജലം, ഗന്ധം, ധൂപം, ദീപം ഇത് സമർപ്പിക്കണം. അപ്പോൾ ഏതൊരു ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുന്നതായിട്ടുള്ള പാദോദകം ജലം സഹചന്ദ്രലലാമലോകാൻ, ചന്ദ്രലലാമം ശിവൻ, ശിവൻ എന്ന പേരാണ് ചന്ദ്രലലാമൻ. എന്താ പേര് വരാൻ കാരണം? ചന്ദ്രക്കല ധരിച്ചവൻ, അത്രയേ ഉള്ളൂ. ചന്ദ്രലലാമൻ പേരിട്ട് കണ്ടിട്ടില്ലയോ? ചന്ദ്രലലാമൻ, ചന്ദ്രക്കല ധരിച്ചവൻ. ഗംഗാധരൻ നമ്മൾ പേരിടലുണ്ട്, ഗംഗയെ ധരിച്ചവൻ. ചന്ദ്രൻ എന്ന് പേരിടുക അത് ശരിയല്ല, ചന്ദ്രൻ എന്നൊരു പേരിന് വലിയ അർത്ഥമൊന്നുമില്ല. ചന്ദ്രശേഖരൻ എന്നാവാം. ചന്ദ്രനെ ധരിച്ചവൻ, അത് ചന്ദ്ര എന്ന് വിളിക്കും. ശരിയാ, ചന്ദ്രൻ അത്ര നല്ലൊരു കഥാപാത്രമല്ല പുരാണത്തിലേ. ചന്ദ്രശേഖരനാണ് ശരി. അപ്പോൾ ചന്ദ്രലലാമലോകാൻ, ചന്ദ്രനെ അണിഞ്ഞ ശിവൻ ആണ് ശിവൻ. ദേവനോട് സഹിതന്മാരായ ലോകങ്ങളെ സദ്യ പുനാതി ഉടനെ ശുദ്ധമാക്കുന്നു. ഭഗവാന്റെ മഹാത്മ്യമാണ് ശിവനെയും കൈലാസത്തെയും കൂടി ശുദ്ധമാക്കുന്നു ഭഗവാന്റെ പാദോദകം. അതുകൊണ്ടാണ് ശിവൻ അത് ഗംഗയായിട്ട് ധരിക്കണം. ആലോചിച്ച് നോക്കുക, ശിവൻ ഒരാളുടെ പാദതീർത്ഥം ധരിക്കണമെങ്കിൽ ആ പാദത്തിന് എത്ര മഹത്വം ഉണ്ടാവണം. അതാണ് നമ്മൾ ഈ പാദോദകം എല്ലാവരുടെ മേലേക്കും തളിക്കുന്ന അടയിട്ട് തുറന്നാൽ ശാന്തിക്കാരൻ അല്ലേ, ദേവീ പാദോദകം ശുഭം എന്ന് പറഞ്ഞിട്ട് ശ്ലോകം ചൊല്ലിയിട്ട് വേണം തീർത്ഥം സേവിക്കാനും തലയിൽ ധരിക്കാനും എന്നാ പറയുക. അകാലമൃത്യുഹരണം, സർവവ്യാധി നിവാരണം, സമസ്ത പാപക്ഷയകരം. ശ്രീദേവി പാദോദകം ശുഭം, ശ്രീ മഹാദേവ പാദോദകം ശുഭം, മഹാഗണപതി പാദോദകം ശുഭം. ആരുടെ പാദോദകാച്ച പേര് പറഞ്ഞ് പാപത്തെ ഹരിക്കുന്നതും സർവവിധ രോഗങ്ങളില്ലാണ്ടാക്കുന്നതും. അകാലത്ത് മൃത്യു സംഭവിക്കാതിരിക്കില്ല, പക്ഷേ വേണ്ടാത്തൊരു സമയത്ത് മരിച്ച എല്ലാവർക്കും ദുഃഖമാണ്. അപ്പോൾ അതില്ലാണ്ടിരിക്കാനുമാണ് ഗണപതിയുടെയോ ദേവിയുടെയോ മഹാവിഷ്ണു പാദോദകം. ആ പാദോദകം താനിതാ ശിരസിൽ ധരിക്കുന്നു. ഇത് ചെല്ലിയിട്ട് വേണം കിഴക്കോട്ട് തിരിഞ്ഞ് തീർത്ഥം സേവിക്കണം. നമ്മൾ പലപ്പോഴും നടക്കി അഭിമുഖമായിട്ട് പടിഞ്ഞാട്ട് നിന്നിട്ടാണ് സേവിക്കുക. അങ്ങനെയല്ല വേണ്ടത്. ഭഗവാൻ മുമ്പിലുണ്ടെങ്കിൽ കുഴപ്പമില്ല, എങ്കിലും കിഴക്കോട്ട് തിരിഞ്ഞ് സേവിക്കുന്നതിന് ഗുണം അധികമുണ്ട്. അപ്പം എന്തായാലും ഏതൊരു പാദോദകം ശിവൻ പോലും ഭൂഷണമായിട്ട് ധരിച്ച് ലോകത്തെ മുഴുവനെ ശുദ്ധമാക്കുന്നുവോ, അഖണ്ഡ വികുണ്ഡ യോഗമായ വിഭൂതി, ഒന്നുമില്ല, ഒരിക്കലും മുറിവോ ഖണ്ഡമോ ഇല്ലാത്ത വിലാസം, യോഗമായ വിലാസത്തോടു കൂടിയ അഹം. അഖണ്ഡത മുറിവില്ലാത്ത, മുറിയാത്ത ശക്തിയുള്ളതായ അഖണ്ഡമായ, ഒരിക്കലും മുറിവോ കുറവോ ഇല്ലാത്ത ഞാൻ കിരീടൈ, കിരീടങ്ങൾ കൊണ്ട് ഏഷാം ഏതൊരുത്തരുടെ അമലാംഘ്രിരജ പരിശുദ്ധമായ പാദധൂളിയെ ഭരിക്കുന്നുവോ. എങ്ങനെയത്? ഭഗവാന്റെ കാക്കൽ നമസ്കരിച്ചാൽ ആ പാദരജസ് ആ അലങ്കരിക്കുന്ന ആളുടെ കിരീടത്തിൽ തട്ടും ഇല്ലേ. അപ്പോൾ ഏതൊരുത്തരുടെ പാദം ധൂളിയെ ബിഭർമി ഭരിക്കുന്നുവോ, വിപ്രാൻ ബ്രാഹ്മണരാകട്ടെ, ക ഏതൊരുവൻ ന വിഷഹേത സഹിക്കില്ല. അപ്പോൾ ചരണരേണുക്കളെ നമസ്കരിക്കുന്നതായിരിക്കുന്ന നിരപരാധികളായിട്ടുള്ള നിങ്ങളെ അപമാനിച്ചതിനെ ഞാനൊരിക്കലും സഹിക്കില്ല. സദ്യ പുനാദിതക ചന്ദ്രലലാമ ലോകാൻ,
ഞാൻ കിരീടങ്ങൾ കൊണ്ട് ഏതൊരുത്തരുടെ പരിശുദ്ധമായ പാദധൂളിയെ ഭരിക്കുന്നുവോ ആ ബ്രാഹ്മണരെ അപമാനിച്ചാൽ ഞാൻ സഹിക്കില്ല. ബ്രാഹ്മണരുടെ പാദധൂളിയെ കിരീടങ്ങൾ കൊണ്ടാണ് ധരിക്കുന്നത്. കുറച്ച് പൊടി കാൽപ്പൊടി, അതായത് അവരെടുത്തിട്ട് ഭഗവാൻ ശിരസിലിടുന്നുണ്ടാവണം എന്നല്ലേ അതിൻ്റെ അർത്ഥം. അല്ലാണ്ട് പാദധൂളി എങ്ങനെ തലയിലെത്തുക? അപ്പം അത്ര ബഹുമാന്യരാണ് ബ്രാഹ്മണരെന്നർത്ഥം. സദ്ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ബ്രാഹ്മണർ. അപ്പോൾ ആ കുലത്തിൽ ജനിച്ചിട്ടും സന്ധ്യാവന്ദനം വേദാധ്യയനം ഇതായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അവർ ശ്രേഷ്ഠർ തന്നെയാണ്, അംശമൊന്നുമില്ല. അങ്ങനത്തെ ബ്രാഹ്മണർ അവർക്കും അത് ബാധകമാണ്. അപ്പോൾ അത് ചെയ്താൽ അവർ തീർച്ചയായിട്ടും ബഹുമാന്യരാണ്. അവരുടെ പാദധൂളി ഞാൻ ശിരസിൽ ധരിക്കണമെന്നാണ് ഭഗവാൻ പറഞ്ഞത്. ഏ മേ തനോത്തിജ വരാൻ ദുഹതിർമദീയ പൂതന്നലബ്ധചരണാനി ജഭേദബുദ്ധ്യാ ദക്ഷന്ത കക്ഷതദൃശോ കഹിമന്യമത്താൻ കൃത്രാരുഷാ മമ കുഷന്തരിദണ്ഡനേതു. ഏ യാതൊരുത്തർ, മേ എൻ്റെ, തനു ശരീരങ്ങളായ, ദിജ വരാൻ ബ്രാഹ്മണരെ, വീണ്ടും പറയാണ് ബ്രാഹ്മണരെ എൻ്റെ ശരീരമാണ്. പലതിക്കലും ഭാഗവത്തെ പറയും രണ്ട് ശരീരമുണ്ട് ഭഗവാൻ. ഒന്ന് ഭഗവാന്റെ മൂർത്തി, പിന്നൊന്ന് സജ്ജനങ്ങൾ. സജ്ജനങ്ങളും ഭഗവാന്റെ മൂർത്തി തന്നെയാണ്, രണ്ടല്ല അവർ. മദീയ എന്നെ സംബന്ധിച്ചിരിക്കുന്ന, ദുഹതി പശുക്കളെയും, അലബ്ധശരണാനി നാഥനില്ലാത്ത ഭൂതാനി ജീവജാലങ്ങളെയും, ഭേദബുദ്ധിയ ഭേദബുദ്ധിയോട് കൂടിയിട്ട് ദ്രക്ഷ്യന്തി നോക്കാൻ കൂടിയും പാടില്ല, ദോഷബുദ്ധിയോട് കൂടിയിട്ടാണ്. പിന്നെ ദ്രോഹിക്കേണ്ട കാര്യം പറയാനുണ്ടോ? താൻ അവരെ അതിദണ്ഡനേതു ദണ്ഡത്തെ നടത്തുന്നവരുടെയും നാഥനായ എൻ്റെ, അഹിമന്യവ പാമ്പിനെ പോലെ ക്രോധത്തോടു കൂടിയവരായ കൃത്രാദിയുള്ള ദൂതന്മാർ ദേഷ്യത്തോടുകൂടി കൊത്തിവലിക്കും. ഭേദഭാവനയോട് കൂടിയിട്ട് ആര് പ്രവർത്തിക്കുന്നുവോ, പ്രത്യേകിച്ച് ഭക്തന്മാരെ തെറ്റായ ദൃഷ്ടിയിൽ കൂടെ കാണുന്നവൻ, യമധർമ്മരാജാവായിരിക്കുന്ന എൻ്റെ കൃത്രമുഖന്മാരും ക്രോധികളുമായിട്ടുള്ള ദൂതന്മാർ, യമധർമ്മരാജാവായിരിക്കുന്ന എൻ്റെ എന്ന് പറഞ്ഞാൽ യമധർമ്മരാജാവും ഞാൻ തന്നെയാണ്, ഭഗവാൻ തന്നെയാണ്. അപ്പം അവൻ്റെ അതിക്രൂരമായിട്ടുള്ള പീഡനത്തിന് വിധേയമാവും. സജ്ജനങ്ങളെ ദ്രോഹിച്ചാൽ നടത്തും, അവരുടെ മനസ്താപം ഉണ്ടാക്കുക. കഴുകന്മാരെ പോലെയുള്ള കൊക്ക് ഉള്ള യമദൂതന്മാരുടെ ദൂതന്മാർ എന്ന് പറഞ്ഞാൽ ഭഗവാൻ പറയണത് ഞാൻ തന്നെയാണ് യമധർമ്മൻ. എല്ലാം ഭഗവാനല്ലേ. ബ്രഹ്മാവ് ഭഗവാൻ, ശിവൻ ഭഗവാൻ, സൂര്യൻ ഭഗവാൻ, ചന്ദ്രൻ ഭഗവാൻ, മുകളിൽ നാരായണൻ, താഴത്ത് നാരായണൻ. നാരായണ അഥർവശിരോ ഉപനിഷത്തിൽ പറയുന്നുണ്ട്. സൂര്യോ നാരായണ, ചന്ദ്രോ നാരായണ, മുകളിൽ നാരായണൻ, താഴത്ത് നാരായണൻ, ഇടത്ത് നാരായണൻ, വലത്ത് നാരായണൻ, ഭൂമി നാരായണൻ, ആകാശം നാരായണൻ, വായു നാരായണൻ, പിന്നെ യമധർമ്മൻ ഭഗവാനല്ലാണ്ടിരിക്കുമോ? അപ്പം ഞാൻ തന്നെ ആയിരിക്കുന്ന യമധർമ്മരാജാവിൻ്റെ അതിക്രൂരമായ കൊക്കുകളോടുകൂടിയുള്ള കഴുകന്മാരും മറ്റ് ജീവികളും ആരെ ഉപദ്രവിക്കും? സജ്ജനങ്ങളെ ദ്രോഹിക്കുന്നവരെ. ഇവിടേക്ക് അവർ രക്ഷപ്പെട്ടു പോവും, പക്ഷേ രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട്. ആ കോടതിയിൽ കള്ളസാക്ഷി പറയലും ലോ പോയിൻ്റ് ലൂപ്പ് ഹോൾ കണ്ട് വ്യാഖ്യാനിക്കലും ഒന്നും നടക്കില്ല. ഇതൊക്കെ ഇവിടെ നടക്കുള്ളൂ. അവിടെ കുറുക്കി കൊള്ളണ ശിക്ഷണം തെറ്റ് ചെയ്തവർക്കേ കിട്ടൂ. തെറ്റ് ചെയ്തവർക്ക് കിട്ടുകയും ചെയ്യും. മാറി സംഭവിക്കൽ അവിടെ നടക്കില്ല. കുറ്റവാളിയെ കുറ്റവാളി അല്ലാണ്ടാക്കലും കുറ്റവാളി അല്ലാണ്ടാക്കണേ കുറ്റവാളി ആക്കലും നടക്കണത് അതല്ലേ? എന്ത് മഹത്വമാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്കുള്ളത്? ഞാൻ കാണുന്നില്ല. നമ്മുടെ നീതിന്യായത്തൊക്കെ പൊളിയാണ്. എന്തൊക്കെ ഗുണം ഉദ്ദേശിച്ച് ചെയ്തോ അതിനൊക്കെ വിപരീതമാണ് നടക്കുന്നത്. കുറ്റവാളി രക്ഷപ്പെടുന്നു. ഞങ്ങൾക്ക് വേണ്ടത് തെളിവാണ്. സുപ്രീം കോടതിയിൽ ഡൽഹിയിലിരിക്കുന്ന ജഡ്ജാണ് ഇവിടെ ഒരു പഞ്ചായത്തിലിരിക്കുന്ന കുറ്റം വിധിക്കണത്. എന്തടിസ്ഥാനത്തിൽ വിധിക്കണു? അത് കണ്ടിട്ടുണ്ടോ എന്തെങ്കിലും?
ഒന്നും അറിയില്ല. ഈ വാദഗതി നോക്കിയിട്ടാണ് വിധിക്കണം. പോട്ടെ, അത് വലിയ വിഷയമാണ്. ഈ കോടതിയിൽ അത് നടക്കില്ല. ആര് തെറ്റ് ചെയ്തോ അവർ ശിക്ഷ അനുഭവിക്കുന്നു. ഏമേ തനൂർദ്ദിജപരാന്തുഗതീർമതീയ, എൻ്റെ ശരീരമായിരിക്കുന്ന പശുക്കളെയും സജ്ജനങ്ങളെയും, ദുഹതി പശുക്കൾ, ദ്വിജവരാൻ ബ്രാഹ്മണരെ സജ്ജനങ്ങൾ, ഭ്രാതാന്യലബ്ധചരണാനിജ ഭേദബുദ്ധിയ ദ്രക്ഷ്യന്തി, അവരെ ഭേദബുദ്ധിയ ശരിയല്ലാത്ത ബുദ്ധിയോട് കൂടിയിട്ടോ പരിഹാസ ബുദ്ധിയോട് കൂടിയിട്ടോ ദ്രക്ഷ്യന്തി കാണുന്നുവോ, അവർ യമധർമ്മരാജാവിൻ്റെ കടുത്ത ശിക്ഷയ്ക്ക് പാത്രമാവും. ദ്രക്ഷ്യന്തി അകക്ഷത ദൃശോഹിമന്യവസ്ഥാൻ, ദേഷ്യത്തോടു കൂടി നോക്കിയാൽ കൃത്രാരുഷ മമ കുഷന്തതിദണ്ഡനേതു, അവർ ഞാൻ തന്നെയായിരിക്കുന്ന ധർമ്മദേവൻ്റെ ഭൃത്യന്മാർ, ദൂതന്മാർ കടുത്ത ശിക്ഷയ്ക്ക് വിധേയരാവും. ബ്രാഹ്മണ മാഹാത്മ്യവും സജ്ജനങ്ങളെ ഉപദ്രവിച്ചാലുള്ള ദോഷവും പറയുകയാണ്. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൻ കരോതി യത്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.